ഒരു യുവാവുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ ആ പയ്യൻ എന്നോട് പറയാം, അച്ഛാ എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛാ, എന്നാൽ എൻ്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ ഞാൻ ഓടിപ്പോകും. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ആഗ്രഹമുണ്ട്, നിന്നെ രക്ഷിച്ച ദൈവം നിന്നെ എന്നും ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് വിളിക്കുമ്പോൾ നിനക്ക് പോകാൻ ഇത്രയും താല്പര്യം നീ കാണിക്കുന്നില്ലല്ലോ. ഈ സുഹൃത്തുക്കൾ നിന്നെ വിളിക്കുമ്പോൾ നിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്ന് നിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നിനക്ക് നിൻ്റെ അമ്മയെപ്പോലും തിരിച്ചറിയാത്ത സംസാരം വരുന്നില്ലേ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയടാ മോനെ. നീ ആഗ്രഹിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട്. എന്നെ രക്ഷിക്കുന്നൊരു ദൈവം എനിക്ക് വേണ്ടി മുറിയപ്പെടുമ്പോൾ അത് വേണ്ടെന്ന് വെച്ച് എന്നെ മുറിച്ച് വിളമ്പുന്നവരുടെ മുന്നിൽ ഞാനൊരു അവശിഷ്ടഭാഗമായിട്ട് തീരേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കുടുംബത്തിന് രക്ഷ നൽകാൻ എനിക്ക് ജീവൻ തന്ന ദൈവത്തിന് മുന്നിൽ ഞാൻ ഒരിക്കലും എന്നെ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാനും നിങ്ങളുമായ സമൂഹത്തിൽ പാപം വർജിക്കേണ്ട അവസ്ഥകളിലേക്ക് നമ്മൾ എങ്ങനെ കടന്നു പോകുന്നു? പ്രിയപ്പെട്ടവരെ, അത്തരം കൂട്ടരെ കുറിച്ചിട്ട് യെശയ്യാ പ്രവചനം പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയാം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്കഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. അവർ എൻ്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയുടെ അഭയം പ്രാപിക്കുകയും ഈജിപ്തിൻ്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു. അതിനാൽ ഫറവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിൻ്റെ തണലിൻ്റെ സങ്കേതം നിങ്ങൾക്ക് അപമാനവും നൽകുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച ഈ ജനത ഫറവോയുടെ ആശ്രയത്തിലേക്ക് പോകും. പിന്നെയാണ് അടിമത്തം ഉണ്ടാകുന്നത്. ഇതിനെ നമുക്കുണ്ടാകുന്നത്. ദൈവം സൃഷ്ടിച്ച ആദത്തിനും അവ്വയ്ക്കും ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് പോയപ്പോൾ അടിമത്തം ഉണ്ടായതുപോലെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണേ, നമ്മളൊക്കെ എത്രയോ വിലയുള്ളവരാ. ദൈവത്താൽ വിലയുള്ള നമ്മൾ എന്തിന് ഈ മോഹങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പോകണം? അതുകൊണ്ട് ശ്രദ്ധിക്കുക, പാപകാരണങ്ങൾ, പ്രധാന ചിന്തകൾ, വ്യക്തികളുണ്ടാകും. പാപത്തിൻ്റെ കാരണമാകുന്ന ചില വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പം ഏതൊക്കെയാണ് ഈ പാപ സാഹചര്യങ്ങൾ? ചില ചീത്ത കൂട്ടുകെട്ടുകൾ പിശാചിൻ്റെ വാതിലാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും നല്ലതല്ല. ചിലർ നന്നാക്കാൻ വേണ്ടി ചില കൂട്ടുകാരെ ചേരും. അത് എന്നുണ്ടാവും, കൂട്ടുകാരെക്കാൾ മോശമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിയേ, പിശാച് ഒരു മാലാഖയായിരുന്നു, അവൻ പിശാചായി. എന്നിട്ട് അവനെ നന്നാക്കാൻ മനുഷ്യരായി നമുക്ക് പോകാൻ പറ്റൂ, എന്നാൽ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് ചിലപ്പോഴേക്കും ഈ ചീത്ത കൂട്ടുകെട്ടുകൾ, അനേകം കുട്ടികളിൽ ഈ തെറ്റായ പ്രേമബന്ധങ്ങൾ വരുന്നത് ഈ കൂട്ടുകെട്ടുകളിൽ നിന്നാണ്. ചില യുവജനങ്ങളും കുട്ടികളും പറയണ കേട്ടിട്ടുണ്ട്, അച്ഛാ ഞങ്ങളോട് പറയും, നീ ഒരു പെൺകുട്ടിയല്ലേ, ഒരു പ്രേമങ്ങളും ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ എന്ത് വിലയുള്ള, കുറച്ച് മദ്യപിച്ചില്ലെങ്കിൽ നിനക്ക് എന്താ കാര്യമുള്ളത്? പ്രിയപ്പെട്ടവരെ, അവർ തെറ്റിനെ കൂട്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മെയും തെറ്റിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടുകെട്ടുകൾ നല്ലതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകൾ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കൂടെയുള്ളവർ പലരും നഷ്ടപ്പെട്ടു പോകും. ചില കൂട്ടുകെട്ടുകളിൽ പോയപ്പോൾ മാതാപിതാക്കളോടുള്ള കൂട്ട് നമുക്ക് നഷ്ടപ്പെട്ടു, നല്ല സൗഹൃദങ്ങളോടുള്ള കൂട്ട് നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂടിച്ചേരലുകൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പിശാചിൻ്റെ കെണികളാണിത്. പിശാചിൻ്റെ ഒത്തിരി കെണികളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ ചിലത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഈ മദ്യപാനികളുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇന്ന് അനേകർ ചിലപ്പോഴേക്കും ചിന്തിക്കും, വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. സൈനൈഡ് കുറച്ച് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും മരണം ഉറപ്പാണ്. മദ്യം അതുപോലെയാണ്. കുറച്ച് കഴിക്കുന്നവർ, കൂടുതൽ കഴിക്കുന്നവർക്കല്ല ശിക്ഷ, മദ്യപാനികൾക്കാണ് ശിക്ഷ. അപ്പോൾ മദ്യം കഴിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ചില സാഹചര്യങ്ങൾ അവർ പറയും കുറച്ച് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല, ഇത് അത്രയും ലഹരിയില്ലാത്തതാണ്, ഇത് കുറച്ചുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറച്ച് കഴിക്കാൻ തുടങ്ങിയ പലരും പിന്നെ നിത്യ മദ്യപാനികളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ തിരിച്ചറിയുക ചില കൂട്ടുകെട്ടുകൾ, മദ്യം കഴിക്കുന്ന ആളുകാരുമായിട്ടുള്ള കൂട്ടുകെട്ട്. 2, പ്രണയത്തിലെ പങ്കാളിയുമായിട്ടുള്ള കൂട്ടുകെട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം കുട്ടികൾ വീണുകിടക്കുന്ന ഒരു ദുഷ്ട കൂട്ടുകെട്ടാണ് ഈ പ്രണയ കൂട്ടുകെട്ടുകൾ. എന്തിനാണ് പ്രണയിക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. അപ്പൻ്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് ഞാൻ അപ്പനെ പോലെ സ്നേഹം തരുന്നതെന്ന് വിചാരിച്ച് ഒരുവൻ്റെ അടുത്ത് പോയി. അവനാണെങ്കിൽ അമ്മയുടെ സ്നേഹം കിട്ടാത്തവനാ. അവന് വേണ്ടത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും. പ്രിയപ്പെട്ടവർ, അനേകം യുവജനങ്ങൾ ഈ പ്രേമം എന്നതിൻ്റെ കെണിയിൽ പോയി ചെയ്യുന്നത് വ്യഭിചാരമാണ്. അത് കഴിഞ്ഞ് പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് പള്ളിയിൽ വിവാഹം കഴിക്കാൻ വരുമ്പോൾ ശരിക്കും അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുണ്ടോ? വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യേണ്ട
ജീവിതങ്ങൾ, ദാമ്പത്യങ്ങൾ അതിനു മുമ്പേ അശുദ്ധമായി നിർത്തിയിട്ട് വിശുദ്ധമായി ബലിപീഠത്തിന് മുന്നിൽ വരുമ്പോഴും അവർക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നത്, ഈ റോസാമിസ്റ്റിക്ക മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്, ദ ലോസ്റ്റ് ഓഫ് വൊക്കേഷൻ, ദൈവകൃപ നഷ്ടപ്പെട്ട ദൈവവിളികൾ. അതുകൊണ്ട് വിവാഹമോചനങ്ങൾ ഇന്ന് ലോകത്ത് വർദ്ധിക്കുന്നത് ഈ വിശുദ്ധിയില്ലായ്മയാണ്. സ്നേഹം എന്നത് വിശുദ്ധിയിൽ നിന്നുണ്ടാകുന്ന. അതുകൊണ്ട് പ്രണയ പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യും. അവസാനം എല്ലാം ചെയ്തിട്ട് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ എന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് അനേകം യുവജനങ്ങൾ കടന്നു ചെല്ലുന്നു. അതുകൊണ്ട് ക്രൂരമായ മർദ്ദനം ഏൽക്കുമ്പോൾ അവളെ സംരക്ഷിക്കുന്നവരുടെ മുന്നിൽ പോലും അത് തുറന്നു പറയാൻ പറ്റാതെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞ് ജീവിതം ഒടുക്കുന്ന എത്രയോ ജീവിതങ്ങളെ ഇന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു. പ്രിയപ്പെട്ട, ഇതിനെല്ലാം കാരണം ഈ തെറ്റായ കൂട്ടുകെട്ടുകളുടെ കെണികളാണ്. അടുത്തതാണ് ലഹരികൾ. ലഹരികളെ പങ്കാളികളാക്കി മാറ്റുന്നവരുണ്ട്. ലഹരിയെ ഒരു ജീവിത പങ്കാളിയാക്കി മാറ്റും. ഇന്ന് വഴിയോരങ്ങളിൽ കാണുന്നു പ്രിയപ്പെട്ടവരെ. ഇന്ന് ഗവൺമെൻറ് വരെ ഈ ലഹരിക്കെതിരെ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ചേർന്ന് നിൽക്കണം. ഈ ലഹരിക്കെതിരെ ചേർന്ന് നിൽക്കണം. എന്ത് കാരണം വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ചിന്താഗതികളെ നശിപ്പിക്കുന്നതാണ് ഈ ലഹരി. നല്ല കുഞ്ഞുങ്ങളിലേക്ക് ഈ ലഹരി ചെന്ന് കഴിയുമ്പോൾ ഏതോ ഒരു ക്രൂരതയുടെ മുഖം ഇവർക്ക് വരിക. നല്ല ചിരിച്ചിരുന്ന കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കമായ പുഞ്ചിരിയുള്ള, ഒരിക്കൽ ഒരു വീട്ടിലേക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് കടന്നെല്ലാം ഇടന്നപ്പോൾ ഞാൻ കാണാണ് പ്രിയപ്പെട്ടവരെ, അവരുടെ ചുമരുകളിൽ മനോഹരമായൊരു ചിത്രം വെച്ചിരിക്കും. ഞാൻ ചോദിച്ചു, ഇത് ആരുടെയാ? അപ്പോൾ അവർ പറഞ്ഞു, ഈ മകൻ്റെയാ. ഈ മകൻ്റെ ചിത്രമാണ് അച്ഛാ. ഇവൻ ഇങ്ങനെയായേ? അച്ഛാ, ഇവൻ സ്നേഹം കിട്ടാൻ ഞങ്ങൾ വിദേശത്തേക്കും ജോലി ചെയ്തും പഠിച്ചും കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ഇവൻ്റെ കൂട്ടുകെട്ടുകൾ ഇവനെ ലഹരിയിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട, ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ, ഇത്രയും നിഷ്കളങ്കമായി ചിരിച്ച ചിത്രത്തിൻ്റെ അവസാനം കാണുമ്പോഴേ അതിക്രൂരമായൊരു മുഖം വരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കൂട്ടുകെട്ടുകളാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം പഠിക്കുന്ന നല്ലതാണ്. അമ്മയുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തകർ പറയാറുണ്ട്, അല്ലെങ്കിൽ ആത്മീയ പിതാക്കന്മാർ കർമ്മലയിലെ ആധ്യാത്മികതയെ സ്നേഹിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. കർമ്മല മലയിൽ കുട്ടിക്കാലം മുഴുവൻ പ്രാർത്ഥനയിലും ഈശോയോടുള്ള സ്നേഹത്തിലും അവിടെയുള്ള താപസന്മാരുടെ കൂടെ ജീവിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. കാരണം പരിശുദ്ധ അമ്മയുടെ അമ്മ ആ കർമ്മല മലയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ മലമുകളിൽ ജീവിക്കണം. ഇന്ന് നമ്മുടെയൊക്കെയും കൂട്ടുകെട്ടുകൾ പലപ്പോഴും അപകടം. ഇന്ന് നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ പോലും കൂട്ടുകെട്ടുകൾ പ്രേമത്തിൽ കടന്നു പോകുന്നു. ആത്മീയ സംഘടനകളിൽ പോലും ഈ തിന്മ കടന്നു വരാൻ തുടങ്ങി. അവിടെ ആത്മീയതയ്ക്ക് പകരം ആഘോഷങ്ങൾക്ക് അമിതമായ പ്രാധാന്യങ്ങൾ ഇന്ന് ലോകത്ത് കടന്നു വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലഹരി പങ്കാളികൾ എല്ലാ വിധത്തിലും ഉണ്ട്. അത് ജഡത്തിൻ്റെ ലഹരിയായിരിക്കാം, അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയായിരിക്കാം, അല്ലെങ്കിൽ സുഖലോലുപതയുടെ ലഹരിയായിരിക്കാം. 4-മത്തേതാണ് അസന്മാർഗികൾ. തെറ്റായ രീതിയിൽ ലോകത്ത് നടക്കുന്നത്. ഈ ദാമ്പത്യത്തെ പോലും തെറ്റായി കാണുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെക്കാൾ പുരുഷ ബന്ധങ്ങളും സ്ത്രീ ബന്ധങ്ങളും ലോകത്ത് വർദ്ധിപ്പിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ വിശുദ്ധി എവിടെ കടന്നു പോകുന്നു. അനേക സ്ഥലത്ത് മാതാവ് രക്തക്കണ്ണുനീരൊഴുക്കിയത് ഈ ദാമ്പത്യത്തിൻ്റെ അശുദ്ധിയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഒരു പുരുഷൻ്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും ചേരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ജന്മമെടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾ. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രസ്ഥാനങ്ങളും ഇതിനെതിരാകാണ്. നിയമവശങ്ങൾ പോലും ചിലപ്പോഴേക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നു. മാധ്യമ പ്രവർത്തനങ്ങളിൽ പോലും ഇതിന് അമിത വില കൽപ്പിക്കുന്നു. ദാമ്പത്യത്തെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ വികൃതമായ ചില ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്നു. പുരുഷനായി ജനിക്കപ്പെടുകയും സ്ത്രീയായി ജീവിക്കപ്പെടുകയും ചെയ്യുന്ന ചില അവസ്ഥകൾ ഈ ലോകത്ത് ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അസന്മാർഗികൾ, അങ്ങനെയുള്ളൊരു അവസ്ഥ ഈ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടുകെട്ടുകൾ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. മറ്റൊന്ന് ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ പോലെയുള്ള കൂട്ടുകെട്ടുകൾ. ചില പുസ്തകങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ, ചില മീഡിയ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ സത്യത്തെ നമ്മൾ മറച്ചു വയ്ക്കുകയും തെറ്റിനെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. 2 തിമോത്തി 2-ാം 22-ാം വാക്യം പറയാം, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് അവിടുന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയെ ലക്ഷ്യം വയ്ക്കാൻ അവർ കൃപ ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിന്മയെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ്, സാഹചര്യങ്ങളെ വെറുക്കാനുള്ളൊരു കൃപ കിട്ടണം.
പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ചില ഹോസ്റ്റൽ ജീവിതത്തിൽ പോയതിന് ശേഷമാണ് അവർ ഈ അവസ്ഥയിലേക്ക് മാറാനിട വന്നത്. ചില തൊഴിൽ വേദികളിൽ പോയപ്പോഴാണ് ജീവിത പങ്കാളി ഉണ്ടായിട്ടും മറ്റ് ഇതര ബന്ധങ്ങളിലേക്ക് വീണു പോകുന്നത്. ചില ഓൺലൈനിലൂടെയുള്ള കോണ്ടാക്റ്റുകളാണ്, ചില ഓൺലൈൻ തെറ്റായ മാധ്യമങ്ങളിലൂടെ സംസാരങ്ങളാണ് അനേകം തലമുറകളെ, അനേകം കുടുംബജീവിതങ്ങളെ വരെ നശിപ്പിച്ചിട്ടുള്ളത്. ചില യാത്രാവേളകൾ, കുടുംബമായിട്ടുള്ള യാത്രാവേളകളല്ല, ചിലപ്പോൾ കുടുംബമായിട്ടുള്ള യാത്രാവേളകളിലും ഈ പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ചില സുഹൃത്ത് ബന്ധങ്ങളുടെ യാത്രകൾ, ആ യാത്രകളിൽ നമ്മൾ മദ്യപിച്ചും ജഡികഭാവം ചെയ്തും ആസ്വദിക്കും അറിയുക, വളർന്നു വരുന്ന നമ്മുടെ മക്കളിലേക്ക് ഈ തിന്മയെ നമ്മൾ നിക്ഷേപിക്കുക. അതുകൊണ്ട് എല്ലാ വിനോദയാത്രകളും വിനോദത്തിന് തന്നെയാണോ പാപത്തിന് വേണ്ടിയായിട്ടാണോ ചിന്തിക്കുക? അങ്ങനെയുള്ള പാപത്തിൻ്റെ യാത്രകൾ ഒഴിവാക്കുന്നത് നമുക്ക് നല്ലതാണ്. ചില ആഘോഷ സംഗമങ്ങൾ, വീട്ടിൽ നടക്കുന്ന ചില ആഘോഷങ്ങൾ ഇത് നശിപ്പിക്കാനും പാപം ചെയ്യാനും നശിക്കാനും വേണ്ടി അനേകം കുഞ്ഞുങ്ങൾ നശിക്കുന്നത് ഈ ആഘോഷങ്ങളുടെ ഇടയിലെ. പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ മദ്യപിക്കുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളും മദ്യപിക്കുക. കുട്ടിക്കാലം മുതൽ മദ്യപിക്കുന്ന ഈ കുഞ്ഞ് വലുതാകുമ്പോൾ വലിയൊരു മദ്യപാനിയാകുമ്പോൾ അപ്പൻ എല്ലായിടത്തേക്ക് ഓടിക്കൊണ്ട് നടക്കുക, എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണേ. കാരണം എന്താണെന്നറിയോ? അവൻ കുട്ടിയായിരുന്നപ്പോൾ അവനെ നൽകിയ മാതൃകൾ അശുദ്ധമായി മാറി. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ തിരുനാളുകൾ പലപ്പോഴും പെരുന്നാളുകളായി മാറുക. ഈ ആഘോഷങ്ങളുടെ ഇടയിലേക്കും വിശുദ്ധിയെ കാഴ്ചപ്പാടില്ല. വിശുദ്ധി എന്ന കാഴ്ചപ്പാട് ഇന്ന് അനേകത്ത് നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവവചനം പറയണേ, ഞാൻ നിങ്ങളുടെ തിരുനാളുകൾക്ക് എതിരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോൺ ബോസ്കോ പറയുന്നൊരു വാചകമുണ്ട്, പാപത്തെ ജയിക്കാൻ ഏറ്റവും നല്ല മാർഗം പാപത്തിനുള്ള അവസരങ്ങളിൽ നിന്ന് അകലാനുള്ള മനസ്സാണ്.